ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവരുടെ അൽ കലിമു ത്വയ്യിബ് ദർസ് 5 ഫീമാ യഖൂലുഹുൽ മുസ്തൈഖിദു മിൻ നൗമിഹി ലൈലൻ. ഫീമാ യഖൂലുഹു പറയുന്നത് സംബന്ധിച്ച് അൽ മുസ്തൈഖിദു ഉറങ്ങി എണീറ്റവൻ മിൻ നൗമിഹി അവന്റെ ഉറക്കത്തിൽ നിന്ന് ലൈലൻ രാത്രിയിൽ ഉറക്കമുണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ എന്നർത്ഥം. ആദ്യത്തെ ഹദീസ് അൻ ഉബാദത്ത് ബിൻ സ്വാമിത്തി റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള നിവേദനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തആറ മിനൽ ലൈലി ഫഖാല. മൻ തആറ മിനൽ ലൈലി ആരൊരുത്തൻ രാത്രിയിൽ ഉറക്കമുണർന്നുവോ ഫഖാല എന്നിട്ട് അവൻ ഇപ്രകാരം പറയുകയും ചെയ്തുവോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന്. സുമ്മ ഖാല എന്നിട്ട് അവൻ ഇപ്രകാരം കൂടി പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ. ഔ ദഅ അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ചു, ഉസ്തുജീബ ലഹു എങ്കിൽ അവന് ഉത്തരം നൽകപ്പെടും, ആ ദുആ സ്വീകരിക്കപ്പെടും എന്നർത്ഥം. ഫഇൻ തവദ്ദഅ ഇനി അവൻ വുളൂ ചെയ്യുകയും വസ്വല്ല നിസ്കരിക്കുകയും ചെയ്താൽ ഖുബിലത് സ്വലാത്തുഹു അവന്റെ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. ഖറജഹു അൽ ബുഖാരി ഇമാം ബുഖാരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഇവിടെ രാത്രി ഉറക്കമുണർന്നാൽ ചൊല്ലുന്ന ഒരു ദിക്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദിക്ർ ഇപ്രകാരമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവനൊരു പങ്കുകാരനുമില്ല, ലഹുൽ മുൽക്കു അവനാണ് പരമാധിപത്യം, അവനാണ് പരമാധികാരം, വലഹുൽ ഹംദു അവനാണ് സർവസ്തുതിയും, വഹുവ അവൻ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് അൽഹംദുലില്ലാഹി വ സുബ്ഹാനല്ലാഹി അങ്ങനെയും വന്നിട്ടുണ്ട്. ഏത് രൂപത്തിലായും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ്, വൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സർവസ്തുതിയും, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഒരു ആരാധ്യനും ഇല്ല, വല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവനാണ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വലാ ഹൗല ഒരു തെറ്റിലുമില്ല, ഒരു ചേഞ്ചുമില്ല, ഒരു മാറ്റവുമില്ല, വലാ ഖുവത ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ അവന്റെ സഹായം കൊണ്ടല്ലാതെ, അൽ അലി അത്യുന്നതനായ അൽ അദീം മഹാനുമായ. സുമ്മ ഖാല എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു എന്നതാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇഗ്ഫിർലി നീ എനിക്ക് പുറത്തു തരണേ. അപ്പോൾ ഈ പറഞ്ഞ ദിക്ർ ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് പ്രാർത്ഥിക്കാം, മറ്റ് എന്ത് അനുവദനീയമായ കാര്യവും പ്രാർത്ഥിക്കാം. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും എന്നതാണ്. അതേപോലെ ഇതിനെ തുടർന്ന് വുളു എടുത്ത ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിസ്കരിക്കുക. രാത്രി എണീക്കാന്നുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുക, തഹജ്ജുദും വിത്രൊക്കെ. അപ്പോൾ അത് സ്വീകരിക്കപ്പെടും എന്നതാണ് ഹദീസിന്റെ ആശയം. عن أبي أمامة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من أوى إلى فراشه طاهرا وذكر الله تعالى حتى يدركه النعاس لم ينقلب ساعة من الليل يسأل الله شيئا من خير الدنيا والآخرة إلا أعطاه الله إياه خرجه الترمذي وقال حديث حسن غريب. അബു ഉമാമ റളിയല്ലാഹു അൻഹു അവர்களிൽ നിന്നുള്ള നിവേദനം. قال അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മൻ അവാ ഇലാ ഫിറാഷിഹി ആരൊരുത്തൻ അവന്റെ വിരിപ്പിലേക്ക് പോകുന്നുവോ, അതായത് ഉറങ്ങാൻ കിടക്കുന്നുവോ, ത്വാഹിറൻ ശുദ്ധിയുള്ളവനായി, അതായത് വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായിട്ട്, പ്രത്യേകിച്ച് ഇവിടെ വുളു എടുക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്.
അല്ലാഹ തആല, എന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്തുവോ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും ചെയ്തുവോ, ഹത്താ യുദ്രികഹു നുആസു, അവനെ നുആസ് ഉറക്കം പിടികൂടുന്നത് വരെ, അങ്ങനെ ഉറങ്ങുന്നത് വരെ, അവൻ ഉളു എടുത്ത ശേഷം ഉറങ്ങാൻ കിടക്കാണ്, ഉറങ്ങുന്നത് വരെ അവൻ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലം യൻഖലിബ് സഅതൻ മിനൽ ലൈലി, അവൻ രാത്രിയിൽ ഒരു സാഅത്തും ഒരു നിമിഷവും തിരിയുന്നില്ല. യസ്അലുല്ലാഹ ശൈഅൻ മിൻ ഖൈരി ദുനിയ വൽ ആഖിറത്തി, ദുനിയാവിലെ അല്ലെങ്കിൽ ആഖിറത്തിലെ ഒരു നന്മ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അല്ലാതെ ചോദിക്കുന്ന ഇല്ലാ അതാഹു അല്ലാഹു ഇയ്യാഹു, അത് അവന് അള്ളാഹു കൊടുത്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരാള് വുളു എടുത്ത് ഉറങ്ങാൻ കിടക്കാണ്, ഉറങ്ങുന്നത് വരെ അവൻ അള്ളാഹുവിൻ്റെ ദിക്റിലായി ആണ് ഉറങ്ങുന്നത്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. അങ്ങനെ അവന് ഉറക്കം പിടികൂടി. എന്നിട്ട് അവൻ അങ്ങോട്ടോ തിരിയുമ്പോഴൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്മരിക്കുന്നു, അള്ളാഹുവിനോട് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ നന്മകൾ ചോദിക്കുന്നു. എങ്കിൽ അവന് അത് അള്ളാഹു നൽകാതിരിക്കുകയില്ല എന്നതാണ് ഹദീസിന്റെ ആശയം. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان إذا استيقظ من الليل قال, ആയിഷ റളിയല്ലാഹു അൻഹ അവർകളിൽ നിന്നുള്ള നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഇപ്രകാരം പറയുമായിരുന്നു: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക അല്ലാഹുമ്മ അസ്തഗ്ഫിറുക ലിദംബി വഅസ്അലുക റഹ്മതക അല്ലാഹുമ്മ സിദ്നി ഇൽമൻ വലാ തുസിഗ ഖൽബി ബഅദ ഇദ് ഹദൈതനി വഹബ് ലി മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ലിദംബി, എൻ്റെ പാപത്തിന്. വഅസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. റഹ്മതക, നിന്റെ റഹ്മത്തിന്റെ കാരുണ്യം. അല്ലാഹുമ്മ, അല്ലാഹുവേ സിദ്നി ഇൽമ, എനിക്ക് നീ ഇൽമ് നാഫിഅ, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ, അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. വലാ തുസിഗ ഖൽബി, നീ എൻ്റെ ഖൽബിനെ, ഹൃദയത്തെ വ്യതിചലിപ്പിക്കരുതേ. ബഅദ ഇദ് ഹദൈതനി, അതിനെ മാർഗദർശനം ചെയ്ത ശേഷം, നല്ല മാർഗത്തിലാക്കിയ ശേഷം എൻ്റെ ഹൃദയത്തെ നീ വഴികേടിലാക്കരുതേ എന്ന്. വഹബ് ലി, നീ എനിക്ക് കനിഞ്ഞു നൽകണേ. മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്ന്. റഹ്മതൻ, അനുഗ്രഹത്തെ. ഇന്നക അൻതൽ വഹാബ്, നിശ്ചയം നീ അത്യധികം നൽകുന്നവനാണ്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദാ ഇസ്തൈഖള അഹദുകും ഫല്യഖുൽ, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കമുണർന്നാൽ അവൻ ഇങ്ങനെ പറയട്ടെ: അൽഹംദുലില്ലാഹി അല്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു എന്ന് വിശദീകരിക്കാണ്. റദ്ദ അലയ്യ റൂഹി, എനിക്ക് എൻ്റെ റൂഹിനെ, എൻ്റെ ആത്മാവിനെ തിരിച്ചു നൽകിയ. അത് ഉറക്കം എന്ന് പറയുന്ന ഒരു തരം മരണമാണല്ലോ. അപ്പൊ ഉണർച്ച എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ജീവിതമാണ്. അപ്പൊ അള്ളാഹു റൂഹിനെ തിരിച്ചു തന്നു എന്നുള്ളതാണ്. വആഫാനി ഫീ ജസദി, എൻ്റെ ജസദിൽ, എൻ്റെ ശരീരത്തിൽ സൗഖ്യമുണ്ടാക്കുകയും ചെയ്ത, അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന്. വയുദ്കറു അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയപ്പെടുന്നു. ഇത് ദുർബലമായ റിപ്പോർട്ടാണ് എന്ന് ഇതിന്റെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാം. വയുദ്കറു എന്നത് തംരീദിന്റെ സിഗയാണ്, പറയപ്പെടുന്നു, പരാമർശിക്കപ്പെടുന്നു. കാല, അദ്ദേഹം പറഞ്ഞു: ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്,